കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ 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 കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള അങ്ങയുടെ വാത്സല്യപ്രമുഖമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. 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 പിതാവേ ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യപുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ കാരണമായ ന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ കാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാം. വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, അനുഗ്രഹാരമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിച്ചെടുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. പിതാവേ, കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. മരിച്ച
വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. കുറിച്ച് മരിച്ച വിശ്വാസികളുടെ വേർക്കയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുടേണം. സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ഉദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും. മധ്യനമധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയരാകും. മധ്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നും അഖിലേശ. ആദിമുതലേ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവ
എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന പിതാവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് നടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാനാകിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേയും രക്ഷകനായ ദൈവമേയും രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. നിന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സ്ഥിരമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വിധിക്ക് വിധേയനാവുകയില്ല. മനസ്സിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്നാൽ ജീവന്റെ പൂർണ്ണമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ പൂർണ്ണമായിരിക്കുന്നു ആക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വിസ്തരിക്കേണ്ട. ഇതുകൊണ്ടാൽ പലരുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ഉയർപ്പിനുമായി കൊണ്ടുവരും. പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയെടുക്കുന്ന എല്ലാ ബഹുമാനങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോസ് പ്രാർത്ഥിക്കും. സ്വന്തത്തിലേതുകൊണ്ട് ജോസ് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്ന മാത്രം പോലെ വിശ്വസിച്ച് ജീവിക്കുകയും ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽപ്പെടുന്ന കുടുംബങ്ങളായിട്ടുള്ള കുടുംബ ജീവിക്കുന്ന എല്ലാവരും ദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവരും ധാരാളം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ പ്രമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നു. ും
ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രൻ പരിശുദ്ധാത്മാവിനാൽ പ്രദർശനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിലടിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും യും ചെയ്യട്ടെ. ഇതിന്റെ മഹിമമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാകട്ടെ. ഇതിന്റെയും നാഥനും സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിനും സുതരകനാകുന്നു. നമ്മുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മണ്ഡലത്തിൽ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി. കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരുമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ. പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വ്യക്തികൾക്ക് വാഗ്ദാനം ചിന്തിക്കാൻ ദൈവം ജോസിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരൻ ലഭിച്ചതാണ് നിർവഹിക്കുക. അതിന് പിതാവിന് വിളിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പിതാവ് ഇപ്പോൾ തലശ്ശേരിക്ക് പോവുകയും പ്രാർത്ഥിച്ച് അവരെ സ്പീഡ് വെച്ച് പോകണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാരണവശാലും പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ വാഹനങ്ങൾ ആംബുലൻസിനെ ഓവർടേക്ക് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ പരമാവധി ആളുകളെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ അടുത്ത കുടുംബാംഗങ്ങൾ അന്ത്യോദയം അർപ്പിക്കുന്ന സമയത്ത് ദേവാലയത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനങ്ങളിൽ കയറി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത സ്നേഹിതഗണമേ യാത്രയിലാ ഞാൻ ചോദിക്കുന്നു ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ
പിതാവേ, സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ വളരെ പരിശുദ്ധമായി നമ്മൾ പ്രിയപ്പെട്ട ജോസിയേട്ടന് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കമായിട്ടാണല്ലോ നമുക്കിവിടെ ഒരുമിച്ച് കൂടിയിരിക്കാം. ഈ പ്രിയപ്പെട്ട സഹോദരൻ ഈ നാടിനും നമുക്ക് ഓരോരുത്തർക്കും ഇടവഴിക്കും അതിലുപരി ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് എത്രയോ വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് ഞാൻ പറയാതെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടില് വിദ്യാർത്ഥികളോടും മക്കളോടും ബിസിനസ്സോടും കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ച് കൈകോടും പഠിപ്പിക്കുന്നതും എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയും പ്രത്യേകമായി അറിയിക്കുന്നു. കൂട്ടായ്മയുടെ പേരിലുള്ള അനുഭവവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അഭിനന്ദനെ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പേരിന്റെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ സാമാന്യത്തിലൂടെ വരികയുണ്ടായി. ഇന്നിപ്പോഴും വലിയത്തിലൂടെ വരികയും ഈ വീട്ടിലെ സംസ്ഥാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. പിതാവിന് ശരിയുടെ ചെന്നിട്ട് നടത്തേണ്ട ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വീട്ടിലെ പിതാവിനോട് പിതാവിനും പോകും. പിതാവ് ഈ കുടുംബത്തോട് കാണിച്ച സിസ്റ്ററിനോടും ഈ ആളുകളോടും ഒരു കാണിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയുകയും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഗവൺമെന്റുമായി കുടുംബാംഗങ്ങളെ ഒന്നുകൂടി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ജോസേട്ടനെ സമ്മാനം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനുസരിക്കുന്ന പാർട്ടിയുടെ നിത്യസംഘടനായ പാർട്ടിനായി പെണ്ണിനെ ആശീർവദിക്കുകയും തന്നെ ുടെയും ജന്മശിശുടെയും നാഥനായ ബഹുമാനത്തിനും പാപോചിതമായി ജന്മത്തിലൂടെ ആശ്രയിക്കണമേ. അത്യുന്നതങ്ങളുടെ ദൈവത്തിലെ അത്യുന്നതങ്ങളുടെ ദൈവത്തിലെ അത്യുന്നതങ്ങളുടെ ദൈവത്തിലെ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും പിതാവേ എന്തുകൊണ്ടെന്നാൽ മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാജിക്കുകയും കാലത്തെ പൂർത്തിയും മഹിമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടികാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് നിരന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. മനുഷ്യജീവിതം സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും വ്യക്തമാകുന്ന അവസരം അവസരമല്ല. എങ്കിലും മനുഷ്യന്മാരുടെ
വേർപാടിലൊക്കെ ഞാൻ അനുസ്മരിക്കുന്നു. കാരണം ഇവിടെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ആ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് വേർപാട് നമ്മളുടെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിൽ വേദന ഉള്ള ദിവസമാണ്. നമ്മുടെ ദിവസത്തെ വേർപാടിൽ ഏറ്റവും കൂടുതൽ ഈ വേർപാടിന് ദുഃഖത്തിലിരിക്കുന്ന ദൈവം ദിവസം നൽകിയ താല്പര്യപ്പെട്ട മക്കളെയും പല സംഘടനകളെയും ഹൃദയമായിട്ട് ദിവസത്തിൽ അനുസരിക്കുകയും ദുഃഖത്തിൽ പങ്കുവയ്ക്കുകയും ഈശ്വരൻ വിടാനുഭവം മരണവും പ്രകാരം നമ്മുടെ നിസ്സൗഭാഗ്യ കാരണമായോ അതുപോലെ തന്നെ അവരുടെ വേദനയും ദുഃഖമെല്ലാം ഈ ദിവസത്തിന്റെ നിത്യസൗഭാഗ്യത്തിന് കാരണമാകട്ടെ എന്നത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ മറ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവസരമായതുകൊണ്ട് വാർത്തയിരിക്കുന്നത് പോലെ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ളതാണ് എനിക്ക് സൗഭാഗ്യം. അതാണ് നമുക്ക് നമ്മുടെ ജാനുവരിയിലേക്കുള്ള യാത്രയിൽ നമ്മളെ കൂടി കൊണ്ടുപോകുന്നതിനാണ് ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായി ജീവിച്ചതും ആ സന്തോഷത്തിന്റെ എൻ പ്രിയജനമേ അനുദിനമലിവോട് ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമാശ്രയം പ്രാപിപ്പതിനാ. നീയെന്നും നിലനിൽക്കുന്നു പോയി മറയുന്നേ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ഇഷ്ടത കൊടിവാൻ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിന് വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. പാഹളമോദി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വെടിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃഗരെല്ലാരും പിത്തപ്പിന്നായി കീർത്തനമോദം. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായി പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ പിന്നിൽ വരുമ്പോ മൃതരെഴുന്നേൽക്കും ജീവിത്തവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. അവരുടെ അണിയിൽ ചേരുന്നതിനാൽ പ്രാർത്ഥിക്കണമേ.
ഏറ്റുകിടും വിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാ ഉദ്ധിതരായി ഇരുള് നിറഞ്ഞോ രവനീരംഗം തിരുവുദ്ധാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാ പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം അവർ ചിറക് വിരിച്ചു പറന്നുവന്നു ദൈവികദൂതൻ ധരയിലിറങ്ങി കന്യാവികതൻ ഇപ്പോൾ കെ സി വൈകിട്ട് കെ സി വൈ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായങ്ങളാണ്. അതിനുശേഷമായിരിക്കുന്നത് അടുത്ത ഭാഗത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നു. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് മാത്യു തെക്കമേച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, വളരെ പ്രത്യേകമായി ജോസിയന്റെ ആകസ്മികമായ ബഹുമാനങ്ങളിൽ വേദനയനുഭവിക്കുന്ന ലിസി ചേച്ചി, ജോസ്ന സിസ്റ്റർ, ലിസ്മ, ഭർത്താവ് ജോബിറ്റ്, ജോസിയന്റെ സഹോദരങ്ങൾ, വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഫിലിപ്പച്ച, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും ചിന്തിക്കാത്ത ഒരു യാത്രയായി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്ന് തന്നെ ഏറ്റുപറയുവാനും വിശ്വസിക്കുവാനുമാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇന്നലെ ഇവരുടെ വീട്ടിലെത്തുകയും ലിസി ചേച്ചിയോട് കുറച്ച് സമയം സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ആ സമയം അത്രയും ജോസിയുടെ തന്റെ ജീവിതത്തിൽ പുലർത്തിയ ചില നിഷ്ഠകൾ, മനസ്സിൽ സൂക്ഷിച്ച ചില താല്പര്യങ്ങൾ, സ്വപ്നങ്ങൾ, അതെല്ലാം പോലെ ഈശോ ജോസിയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. ഇപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ജോസിയെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായി മരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട ജോസ്ന സിസ്റ്ററിനെ കൊണ്ട് ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ജോസിയെ ആദ്യമായി കണ്ടത്. ഈ മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെയാണ് ആ ശവമഞ്ചത്തിലും ഈ സഹോദരൻ നമ്മളോട് യാത്ര ചോദിക്കാനായി കിടക്കുന്നത്. മനുഷ്യർ ജീവിച്ച് കടന്നു പോകുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഒരു നിമിഷം പോലും ആർക്കും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകരുതെന്ന് കരുതുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യന് ഈശോ ഇത്ര ലളിതമായി നമ്മളെല്ലാം നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വേണം വിശ്വസിക്കാൻ. തീർച്ചയായിട്ടും ഈ വേർപാട് വളരെ ആകസ്മികമാണെങ്കിലും ലിസി ചേച്ചിക്കൊക്കെ തന്റെ ഒറ്റപ്പെടലിന്റെ ഭാരവും ദുഃഖവും
ആഗ്രഹങ്ങളെയും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ലിസി ചേച്ചിക്ക് വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പും വിശ്വാസവും ഉണ്ട്. ഞാൻ ഈ കുടുംബത്തെയും ജോസിയേട്ടനെയും അറിയുന്നത് തലശ്ശേരി യുവജന പ്രസ്ഥാനത്തിന് ജോസ്ന സിസ്റ്റർ ചെയ്യുന്ന മഹനീയമായ ശുശ്രൂഷയിലൂടെയാണ്. ദൈവത്തിന് ഒരു മകളെ സമ്മാനിക്കുകയും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലൂടെ ഈ തലശ്ശേരി അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നൽകുകയും ചെയ്ത നല്ല ഒരു പിതാവ്. ആ പിതാവിനാണ് നമ്മൾ ഇവിടെ ചൊല്ലുവാൻ വേണ്ടി ദേവാലയത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. സിസ്റ്റർ എല്ലാ കാര്യവും കൃത്യതയോടെ കൃത്യനിഷ്ഠയോടെ ഒരു കഠിനാധ്വാന മനോഭാവത്തോടെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർക്കും, ഇത്ര ചെറുപ്പക്കാരി സിസ്റ്റർ എങ്ങനെയാണ് ഇതെല്ലാം ഇത്ര കൃത്യതയോടെയും നിഷ്ഠയോടെയും കഠിനാധ്വാന മനോഭാവത്തോടെയും ചെയ്തു തീർക്കാൻ, ഒരു പരാതിയോ ഫലമോ ഇല്ലാതെ ചെയ്തു തീർക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പറയാനൊന്നുമില്ലെങ്കിൽ. പക്ഷേ ഞാൻ ജോസിയേട്ടന്റെ മരണവിവരം അറിഞ്ഞ ആശുപത്രി എത്തിയ മാത്രമേ അയൽവക്കക്കാരൊക്കെയും എന്നോട് സംസാരിച്ചത് കുടുംബക്കാരൊക്കെയും ഈ മനുഷ്യന്റെ കഠിനാധ്വാനത്തെ കുറിച്ചാണ്, അവിശ്രാന്ത പരിശ്രമങ്ങളെ കുറിച്ചാണ്, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എടുത്ത അധ്വാനത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആ ആശുപത്രിയുടെ മുന്നിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ പിതാവിന്റെ മകൾക്ക് ഇങ്ങനെ വലിയ കഠിനാധ്വാനത്തിന്റെയും കൃത്യനിഷ്ഠയുടെയും ഒരാളായിരിക്കാനേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഈ പിതാവ് പുറപ്പെടുവിച്ച എല്ലാ നന്മകളും മക്കളിലൂടെ കണ്ടുമുട്ടുന്നു എന്ന വലിയ സത്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ വിഷമവും വേദനയുമുള്ള യാഥാർത്ഥ്യമാണെങ്കിലും തീർച്ചയായിട്ടും ഈ പിതാവ് നമ്മളോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. അഭിനന്ദിയ വലിയമറ്റ പിതാവ് സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കും ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ജോസിയേട്ടനിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ പരിത്യാഗം വഴി തീർച്ചയായിട്ടും അതെല്ലാം പരിഹാരമാകുന്നതിന് വേണ്ടി ദൈവത്തിന് മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ലിസ്മിയും ഭർത്താവിനെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു. അവർ വിദൂരങ്ങളിൽ നിന്ന് ഓടിയെത്തിയവരാണ്. അവരും വേദനയുടെ ആധിക്യത്തിലും ആഴത്തിലും ഒക്കെയാണെന്ന് തിരിച്ചറിയുന്നു. നമുക്ക് എല്ലാവർക്കും ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കാം. വലിയ സഹോദര സ്നേഹവും കൂട്ടായ്മയെല്ലാം ഇവരുടെ മുന്നിൽ കാണുമ്പോൾ എല്ലാ സഹോദരങ്ങളെയും, മറ്റേഴ് സഹോദരങ്ങളെയും, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. വിശിഷ്യ സമർപ്പിത ജീവിതത്തിനായിരിക്കുന്ന വിശുദ്ധ രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തലശ്ശേരി അതിരൂപതയുടെ പേരിലും വിശിഷ്യ തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുമുള്ള എല്ലാ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹത്തോടെ നേരുന്നു. അഭിമതി ജോസഫ് പാപ്പളാനിന്റെ ഭവനത്തിലെത്തി പ്രാർത്ഥിച്ചിരുന്നു. ജോർജ് കേരളക്കാരുടെ പിതാവ് ഇന്ന് ചെമ്മേരി കണ്ടപ്പോൾ പിതാവിന്റെ അനുശോചനവും പ്രാർത്ഥനയും സിസ്റ്ററിനെയും കുടുംബത്തെയും വളരെ പ്രത്യേകമായി അറിയിക്കണമെന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാം. ജോസിയേട്ടനെ നമുക്ക് സ്വർഗത്തിലേക്ക് യാത്രയാകാം. ശാന്താളമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി ജോസിയേട്ടന് വേണ്ടി കൂടി നമുക്ക് ഈ സമയം നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാക്കട്ടെ. എന്റെ കുഞ്ഞു വ്യക്തിക മാതാവേ, ഞാൻ മരിച്ചുന്നതത്തിലെത്തുമ്പോൾ എന്റെ സ്വർഗത്തിന്റെ വാതിൽ എനിക്കായി തുറന്നിടണം, നരകത്തിന്റെ വാതിൽ എനിക്കായി അടച്ചിടണം, ശുദ്ധീകരണ സ്ഥലത്തിന്റെ വാതിൽ എനിക്കായി ചാരിയിടണം. നമുക്കും ജോസിയേട്ടന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യം മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്റെ കുഞ്ഞ് വ്യക്തിക മാതാവേ, ജോസിയേട്ടൻ മരിച്ച് ഉന്നതത്തിലെത്തുമ്പോൾ ജോസിയേട്ടന് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടണം, നരകത്തിന്റെ വാതിൽ അടച്ചിടണം, ശുദ്ധീകരണത്തിന്റെ വാതിൽ ചാരിയിടണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തലശ്ശേരി അതിരൂപത കുടുംബത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും എല്ലാ യുവജനങ്ങളുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഏറെ സ്നേഹത്തോടെ നേരിടുന്നു. ഈശോ ജോസിയേട്ടനെ അനുഗമിക്കട്ടെ. ആമേൻ. സ്നേഹമുള്ള വികാരിയച്ഛ, സദാ പുരോഹിതരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മറ്റ് ബന്ധുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ എല്ലാം പേരുകൾ പറഞ്ഞ് നന്ദി പ്രകാശിക്കാൻ ഒരു മാനസിക സ്ഥിതിയല്ല. എന്നിരുന്നാലും
കുറച്ച് പേരുകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ 29-ാം തീയതി രാത്രിക്ക് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രത്യക്ഷമായി ദൈവത്തിന്റെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട ജോസേഫിന്റെ മരണമറിഞ്ഞ് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ കരിക്കുന്നിൽ കുടുംബത്തിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ വിഷത്തില് ധാരാളം പേർ കൈചേർന്നിട്ടുണ്ട്. കാരണം ആരും വിചാരിക്കാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയായിരുന്നു. ആ വിധി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും ഈ ദുഃഖത്തിന് ഞങ്ങൾക്ക് ശക്തി നൽകാൻ വേണ്ടി തലശ്ശേരി അതിരൂപിക്കും പേരാമോ ആർക്കി എപ്പിസ്കോപ്പൽ കുർബാന പള്ളിക്കും വിഷ്ണുവിനും തിരുസഭ തിരുപ്പതി സഭ തലശ്ശേരി പ്രൊവിൻസും താമരശ്ശേരി പ്രൊവിൻസും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നന്ദിയെന്ന് രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ജോസഫ് പിതാവിന് വളരെ ബിസിയേറിയ ഷെഡ്യൂളുകളായിരുന്നിട്ട് പോലും രാത്രിയിൽ വന്ന് ഞങ്ങളോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ ആശ്വാസം നൽകിയ ആ നല്ല ഹൃദയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ സംസ്കാര ആദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കി നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ നമ്മളെ ശക്തിപ്പെടുത്തിയ വലിയ പിതാവിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയെ കുറിച്ചും ഇവിടെയുള്ള എല്ലാ സംഘടനകളെയും അവരുടെ മാർഗങ്ങളെയും അവർ ചേരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു, അവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ എല്ലാ അപ്പോസ്തലേഴ്സും ഞാൻ ഓർക്കുന്നത് എല്ലാ ഡയറക്ടേഴ്സുമാരും വന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. എല്ലാവരെയും ഓർക്കുന്ന എല്ലാ അച്ഛന്മാരെയും അവരുടെ സംഘടന ഭാരവാഹികളെയും കൊടും ഞങ്ങൾ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തിരുവല്ല സഭയുടെ തലശ്ശേരി പ്രൊവിൻഷ്യൽ അമ്മ ത്രേസ്യാമ്മ, അവരുടെ എല്ലാ സഹോദരിമാരും ഞാൻ ഇന്നലെ കണ്ട് രാത്രി മുഴുവനും സിസ്റ്റേഴ്സ് പൊന്തിയേന്തി പ്രാർത്ഥന ചൊല്ലി ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയാക്കിയിട്ടാണ് അവർ നിന്നത്. അതിനെയൊക്കെ കാരണം നിങ്ങളുടെ ആരോഗ്യവും നല്ല മനസ്സുമാണ്. നമ്മുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിൽ കാര്യങ്ങളുടെ കുടുംബം നിങ്ങളോട് എപ്പോഴും നന്ദിയോട് ഓർക്കുന്നു. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇനി വളരെ പേരുണ്ട് നന്ദി പറയാൻ വേണ്ടി, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ഇനിയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ചേച്ചിയെയും സിസ്റ്ററിനെയും ബാബയെയും ഒത്തുചേർത്ത് ഒരേ തരമായിട്ട് നിർത്തേണ്ടതുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ഒറ്റപ്പെടൽ അർത്ഥവത്തായിട്ട് മാറാൻ വേണ്ടി ഈശോയുടെ ശക്തിയേറിയ കരങ്ങൾ അവർ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നന്ദി. താങ്ക് യു ഓൾ വാട്ട് യു ഹാവ് ബീൻ, especially all what you be with us last 3 days. Thank you very much.
ഉയർത്തുമ്പോൾ കല്ലറകളും മൃതരുളേൽക്കും. അവന്റെ നാമെന്നും ധന്യമാകുന്നു. ഹൃദയം മുറുകുമ്പോൾ നാഥനയക്കുന്നു. ദുഷ്ടനവേളയിൽ ശിഷ്ടനൊരുപോലെ. തിരുവല്ലായ്മയ്ക്കും അഭയക്കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെടുത്തിരുത്തി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാരം. വിമാനപ്രകാരത്തിൽ പ്രകാശമുദിച്ചു മേഘത്തിൽ നാളെഴുന്നള്ളും ഹൃദയവിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കവരണമൊഴിച്ചിന്നും അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. പ്രിയരേ നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും ദൂതനായിട്ടും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. മരണവും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സകലങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഏൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യവും ഞങ്ങളെ സന്തോഷിക്കുകയും കാരുണ്യവും ഞങ്ങളെ സുരക്ഷിതം ചെയ്യണമേ. ഉദാഹരണ പ്രതീക്ഷ കഴിയുന്ന മനുഷ്യരെ ഉയർത്തുന്നവൻ എന്തുകൊണ്ടാണ് ആകാശത്തെ ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ നാമവും നാമവും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ പരിപാലനം ഞങ്ങളെ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കുകയും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുകയും ചെയ്യുന്നു. ജീവന്റെ മനസ്സിനാഥം പിതാവും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂദാസികളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ തകർന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശ്വരസ്ഥലത്ത് പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരറിയിപ്പ്. അടുത്ത ശനിയാഴ്ച 4-ാം തീയതി രാവിലെ 8:30 നമ്മുടെ ദേവാലയത്തിൽ വെച്ച് ജോസഫിന്റെ പ്രത്യേക കുർബാനയും പ്രാർത്ഥനാ ശുശ്രൂഷയും തുടർന്ന് സെക്രട്ടേറിയൽ ഓഫീസ് ഉണ്ടായിരിക്കും. അതിന് കാലഘട്ട സാഹചര്യങ്ങളിൽ വരാനായിട്ട് പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി നമുക്ക് ഓരോരുത്തർക്കും അറിയിക്കുന്നു. നമ്മളിപ്പോൾ സെക്രട്ടേറിയലിലേക്ക് പോവുകയാണ്. ജോസഫിന് മുന്നിലായിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഏറ്റവും അവസാനത്തെ ഭൗതിക രംഗമാണ് അംഗീകാരവും ആദരവും ബഹുമാനമാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവ്വം രണ്ട് ലയനായിട്ട് തന്നെ സെക്രട്ടേറിയലിലേക്ക് പോകുവാൻ അവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ മധ്യേ എല്ലാവർക്കും അർത്ഥിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നമുക്ക് സെക്രട്ടേറിയലിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ
ഞാൻ 3:30 എത്തി. 3:30 വഴി അവിടെ ഇറങ്ങുന്നില്ല, അങ്ങോട്ട് പോയി. ഇന്നലെ വൈകുന്നേരം പിന്നെ അങ്ങ് പോയായിരുന്നല്ലോ. മനസ്സിനെ വന്ന വഴി അങ്ങോട്ട് പോയല്ലോ. പണിക്ക് പോയിട്ടായിരുന്നു. ഇല്ല ഇതിന്റെ അനിയന് അല്ല, ഞാൻ കാണാൻ പോയപ്പോ അവിടെ പിന്നെ ഇന്നത്തെ പോലും കാണുന്നു. ഞങ്ങൾക്ക് തന്നെ കൊണ്ടുപോകുകയാണ്. അല്ല കെട്ടി കൊണ്ടുപോകുന്നു. നിങ്ങൾ കൂട്ടുകാരൻ മുന്നേറുന്ന അവരല്ലേ വന്ന് കയറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞിട്ട് ആര് വന്നാലും നിങ്ങൾക്ക് താഴെ രാവിലെ വെള്ളമില്ല, വെള്ളത്തിലാണ് അതിലുണ്ട്. ഞാൻ പോകുന്നോട്ടെ, എൻ്റെ വീട്ടിൽ വന്നിരുന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതേ സന്നിധിയിൽ ആദരപൂർവം കാഹളമോദാൻ അണിനിൽക്കുന്നു. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുമാറാകണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ ക്ഷമം കൊള്ളുന്ന കപടം എത്ര മനോഹരമാകുന്നു. ദുരിതവും പരിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശ്വതൈലത്താൽ അവിഷ്ടവുമായ ഈ ശരീരത്തെ നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം എത്ര പൗത്രീകരണമാണല്ലോ. ജീവന്റെ മനസ്സിന് നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോഫ കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മതിനേക്കാൾ വെണ്ണുള്ളവരാകും. കർത്താവേ, അനുഗ്രഹത്തിന്റെ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുപോലെ സാധിപ്പിക്കട്ടെ. മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക്
തന്നെ മടങ്ങും. എന്നെ രക്ഷിത സകലത്തിനെയും നാഥനായ ദൈവം നമ്മളെ പ്രിയപ്പെട്ട ജോസേഫിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. ഈ സ്വീകരിച്ചാൽ അതുവിധം ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മനത്തിൽ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സ്ത്രീകളുടെ തുടർന്ന് വരുന്ന പ്രാർത്ഥനയുടെ സമയത്ത് അന്ത്യവിചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബങ്ങളടക്കം സഹോദരന്മാരേക്ക് തരിക. ഇപ്പോൾ അവിടെ നിന്നാൽ മതി. ഇതിനകത്തുള്ളവർ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ദയവായിട്ട് വരിക. ഇവിടെ രണ്ട് ദയവായിട്ട് വഴി കൊടുത്ത് കർത്താവേ നീ അണയുമ്പോൾ കരുണ നിർത്തണമേ നല്ലൊരുത്തുവരമ്പായേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാ ഞങ്ങൾ ദാനം രക്ഷയുയരും നൽകുന്നു. താവരമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായുസ്സും. പാപങ്ങൾ വയ്ക്കണമേ നിൻകൃപയാലെ മാമോദീസ വഴിയെങ്ങേ സുതരാണവരെന്നോർക്കണമേ. കർത്താവേ നിൻ ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിലും നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, ശ്രാവണനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. ആദിമുതലെല്ലാം തെളിവായ എന്നുടെ നാഥാവിൻ തിരുമേനിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായി കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാരുണ്യമിടം വിധിയാൽ മാനവരാജ്യം നേടും മരുതനു ഭാഗ്യം. പിന്നെ വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. ഭാഗ്യം
നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകളാതിൽ നിന്നതു കേട്ടും മനജനഭാഗ്യം തുടച്ചു മാറ്റണമേ. ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ആത്മാവിന് സ്തുതി, ആദ്യം മുതലേക്കുമാമേ. സജീവനും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേർപ്പിച്ച കർത്താവേ, ആശ്രമമഗ്നിയുമായ നീതി ദിവസത്തിൽ നിരദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുത്തവൻ കണ്ണു നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിലെ നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. കർത്താവേ, ജീവിക്കുന്നവരെയോ ദൈവസഹോദരന്മാരെ ഉയർപ്പിക്കുന്നവരെ ജീവനെയും മരണത്തിനെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ഈ അകത്തെ അനുഭവിക്കുകയും ഈ ബഹുമാനിക്കുകയും എല്ലാവരെയും അടുത്ത സൂത്രാദികളെ സൃഷ്ടിക്കാനുള്ളവർ ദയവായിട്ട് മുമ്പോട്ട് വരിക.
പച്ചക്കറി കിട്ടുന്നില്ല കാശ് കൊണ്ടുപോവാ എല്ലാവർക്കും കൊണ്ടുപോകും. ചവിട്ടാണ്ട് കിടക്കുകയല്ല അല്ലേ? അതിപ്പോൾ അത് ഇളകിയുള്ള അങ്ങോട്ട് കയറിക്കും. അവിടെ നിന്നിട്ട് വേണേൽ എടുക്കാം. ആ ഒട്ടുമില്ലായിരിക്കും അല്ലേ? അതിന്